Welcome to With Me Limu പറഞ്ഞേ. Okay. So welcome to a new vlog of With Me Limu. നമ്മൾ ഇന്ന് ബാത്ത്, അതായത് റോമൻ സിറ്റി ബാത്തിൽ നിൽക്കാണ് നമ്മള്. ഇതെന്താ പറയാ, ഒരു ഹിസ്റ്ററിക്കൽ പ്ലേസ് ആണ്. പക്ഷെ ഹിസ്റ്ററിയും അതിന്റെ ബ്യൂട്ടിയും രണ്ടും കൂടെ മേർജ് ആയി പോകുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. നമ്മളങ്ങനെ ബാത്ത് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതല്ല. നമ്മളുടെ സ്ഥിരമായിട്ടുള്ള ആ ഒരു ഡെയിലി റുട്ടീൻ ഷിഫ്റ്റ്സിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം. നമ്മൾ 2 ദിവസം ഉണ്ട് ഇവിടെ. പക്ഷെ ഇപ്പൊ ഓൾറെഡി മണി 2 ഒരു 1.5 മണിക്കൂറും കൂടി ഈ ഡേ ലൈറ്റ് ഇവിടെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോഴേക്ക് ഇരുട്ടാവും. നമുക്കൊരു ടൈമൊക്കെ മാറി. വിന്റർ ആയിട്ടില്ല, ഓട്ടം സ്റ്റാർട്ട് ചെയ്തു. നമുക്കിവിടെ സൈഡിലോട്ടൊക്കെ നോക്കിയാൽ കാണാം ഇലകളുടെ ഒക്കെ കളർ മാറിയിട്ട് ഓറഞ്ച് ഷെയ്ഡായിട്ടുണ്ട്. ഓറഞ്ച് മഞ്ഞ ആ ഒരു ഷെയ്ഡിലേക്ക് മാറി. ഇനി അതെല്ലാം ഫോളോ ആവും. ഇവിടെ നമ്മൾ ഓട്ടമാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു കാനഡ, ഓസ്ട്രേലിയ അവിടെയൊക്കെ ഫോൾ സീസൺ എന്നാണ് പറയാ. നമുക്ക് ഓട്ടമാണ്. അപ്പൊ എല്ലാം ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3:30 ഒക്കെ ആവുമ്പോഴത്തേക്കും സൺസെറ്റ് ആവും. പിന്നെ അങ്ങോട്ട് ഇരുട്ടായിരിക്കും. ഇരുട്ടിന് മുന്നേ കുറച്ച് സാധനങ്ങൾ കാണാം. തണുപ്പ് തുടങ്ങി, ജാക്കറ്റൊക്കെ ആയി. ഞാനും ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഈ വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ടും ഇവനൊന്ന് ഹാൻഡിൽ ചെയ്യാൻ എല്ലാത്തിനും കൂടെ ജാക്കറ്റ് ഇട്ടിട്ട് നടക്കണില്ല. അപ്പൊ അത് കാരണം ജാക്കറ്റ് ഊരി വെച്ചു. ബാ ലിമോ, ലെറ്റ്സ് ഗോ. എടാ ഇത് പുഴ എങ്ങാണ്ടാന്ന് തോന്നുന്നു. നമ്മള് വാക്കില് വന്നിട്ട് ഏതോ ഒരു ബ്രിഡ്ജിന്റെ മണ്ടേ കയറി എന്നാണ് ഇൻട്രോ വ്ലോഗ് എടുത്തോണ്ടിരിക്കുന്നത്. പുഴ ഞങ്ങൾക്ക് അളമക്കരയിൽ ഇതുപോലത്തെ പുഴയൊക്കെ ഉണ്ട് കേട്ടോ വീടിന്റെ അടുത്ത് തന്നെ. പുഴയൊന്നും ഇത് പുഴയല്ലെന്ന് തോന്നുന്നു. ഇതെന്തോ ഒരു തടാകം പോലെ. അതിന് ചുറ്റിനും അവര് എന്തോ ഭംഗിയാക്കി ഇങ്ങനെ വെച്ച് ബ്രിഡ്ജൊക്കെ ആയിട്ട് കാണാൻ കൊള്ളാം. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങൾ ആക്ച്വലി വന്നത് 2 മണിക്കാണ് ഇവിടെ എത്തിയെങ്കിലും നമുക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ആയിട്ടില്ല. നമുക്ക് 3 o'clock അവർ ചെക്ക് ഇൻ പറഞ്ഞത്. അപ്പൊ ഇത് ഹോട്ടലിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ്. ഹായ്, നീ ഇവിടെ അറിയുന്നൊക്കെ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് ലിമു? ഇസ് ഇറ്റ് ഡക്ക്? ഡക്കാണോ? വൈറ്റ് ഡക്കാണോ അത്? ആഹാ, അരയന്നം. വാട്ട് ഈസ് ദാറ്റ്? അരയന്നം എന്ന് പറഞ്ഞേ. അരയന്നം കൊള്ളാലേ. ഓ ഏ ഇതെല്ലാം മറന്നുപോയി. ഫോൾ സീസണിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇലയൊക്കെ നല്ല ഓറഞ്ച് മഞ്ഞ നിറമാവുന്നേ. അത് കാട്ടി തരട്ടെ ഒന്നുകൂടെ. നേരത്തെ നമ്മള് ഫോൾ സീസണിന്റെ കാര്യം പറഞ്ഞില്ലേ, ഓട്ടം നല്ല ഓറഞ്ചും മഞ്ഞ നിറത്തില് നമ്മളുടെ ഇലകളൊക്കെ മാറണേ ആ പ്രതിഭാസം കാണിച്ചു തരട്ടെ. ഇതാ ഇങ്ങോട്ട് നോക്കിക്കേ, എന്ത് രസമായിട്ടാണ് ആ മരമൊക്കെ കളർ മാറിയേക്കണത്. ഇവിടെ തിരക്കണ ഫോട്ടോസൊക്കെ അടിപൊളി കേട്ടോ. ഞാൻ ഇങ്ങോട്ട് ഇത് കാണിച്ചു തരാം. ഇത് നമ്മൾ നിന്ന ആ ബ്രിഡ്ജിന്റെ തന്നെ സൈഡിൽ തന്നെയാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്. എല്ലാ മരവും അതെ. ഇപ്പൊ താഴേക്ക് ഇറങ്ങാം. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. നമ്മള് നേരത്തെ കയറിയ ബ്രിഡ്ജ് നമുക്ക് ഇവിടെ നോക്കി ഇങ്ങനെ കാണാം. അതാണ് നമ്മൾ കയറിയ ബ്രിഡ്ജ്. ഇവിടെ ഒരു സംഭവം ഉണ്ട് കണ്ടോ. വില്യവും കാരലിൻ ഹർഷൽ അവർ ബ്രദർ ആൻഡ് സിസ്റ്റർ ആയിരുന്നു. അവര് രണ്ടുപേരും ഈ നൈറ്റിലെ സ്കൈയും പ്ലാനറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടി ഇവിടെ നിൽക്കുക. അതിനെ പറ്റി 2 കസേരയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ പുള്ളിയാണ് നമ്മളുടെ യുറാനസ് കണ്ടുപിടിച്ചതെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു എന്നായിരിക്കില്ല. ആള് കണ്ടുപിടിച്ചു, പക്ഷെ അവരിവിടെയാണ് ഉണ്ടായിരുന്നത്. ഇത് അവര് എന്താ പറയാ പോകുമ്പോ ഇരുന്നിട്ടിരുന്ന സീറ്റുകളായിരുന്നത്. അവിടെ എന്തോ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചേക്കണോണ്ട് അറിഞ്ഞാ കേട്ടോ. നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ വന്ന് നിന്നപ്പോഴാണ് ഇവിടെ കണ്ടോ. ഹായ്, എന്താ ഇവിടെ? Okay.
ഇതാണ് ബാത്തിലെ റോയൽ ക്രസന്റ് എന്നറിയപ്പെടുന്ന സ്ഥലം. അത്രയൊക്കെ തന്നെയുള്ളൂ കാണാൻ. ഞങ്ങൾ അതോടൊന്നും കയറുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ഇച്ചിരി ഫുഡ് കഴിക്കാം. നല്ലോണം വിശക്കുണ്ട്. റെസ്റ്റോറൻറ്റ്സ് ഒന്നും കണ്ടില്ല. നമ്മളിതേ നേരെ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, അങ്ങോട്ട് കയറി നമുക്ക് എന്തെങ്കിലും കേക്കും കോഫി എന്തെങ്കിലും കഴിക്കാം. കഴിച്ചിട്ട് ബാക്കി നടക്കാം. റൂമിൽ പോയൊന്ന് ചെക്ക് ഇൻ ചെയ്യണം. ഇപ്പോഴേ രാത്രിയാവും. ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾ നേരെ വന്നത് ബാത്ത് അബേ കാണാനാണ് കേട്ടോ. ഈ പള്ളിയാണ് ബാത്ത് അബേ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇതിനകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് ഒക്കെ എടുക്കണം. ഇപ്പൊ ക്ലോസ് ആണ്. ഇത് പകലായിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവുക. പുറത്തൊക്കെ നടന്ന് കാണാം. ആൾക്കാർ വളരെ കുറഞ്ഞു തുടങ്ങി. സ്ട്രീറ്റ് എല്ലാം ഇതൊരു ഹൈ സ്ട്രീറ്റിന്റെ അകത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് പള്ളിയുടെ ചുറ്റും നടന്ന് കാണാം. നമുക്ക് പറ്റിയ നാളെ പകല് വരാം. നാളെ വേറെ പണിയൊന്നുമില്ല, ഇവിടെയൊക്കെ തന്നെ കറങ്ങി നടക്കലാണ്. അപ്പൊ നമുക്ക് നാളെ ഇവിടെ വന്ന് പള്ളിയുടെ അകത്തൊക്കെ കയറാം. ഇതൊരു ഗോത്തിക് സ്റ്റൈലിലുള്ള പള്ളിയാട്ടോ. ഇതിന്റെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാല് ദൂതന്മാര് കയറണതും ഇറങ്ങണതായിട്ടുള്ള ഒരു ലാഡർ ഉണ്ടോ, അവിടെ കണ്ടോ? അതിന് ജേക്കബ്സ് ലാഡർ എന്നാണ് പറയണേ. അങ്ങനെ നമ്മള് ബാത്ത് അബേയിലെത്തി. കണ്ട, രാത്രിയായി. ഞാൻ പറഞ്ഞില്ലേ വേഗം രാത്രിയാവുമെന്ന്. ഇവിടെ രാത്രിയായി. പക്ഷെ രാത്രി വന്നപ്പോ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ബാത്ത് അബേ കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, സ്റ്റില്ലായിട്ടുള്ള വാട്ടർ ആണ്. അതവിടെ 3 സ്റ്റെപ്പായിട്ട് അവര് കെട്ടി വന്നതാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് വീഴുമ്പോഴുള്ള ഫോഴ്സിൽ അത് കാണാനുള്ള ഒരു ഭംഗി, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും അത് അതിന്റെ ആ ഒരു എന്താ പറയാ ഫോഴ്സ് നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് പോയിട്ട് നാളെ വന്നാലോ. നാളെ രാവിലെ ഇവിടെ വരാം. ഒന്ന് പോയി നോക്കാം. അങ്ങനെയാണെങ്കിലേ നോക്കിയോ. റെഡി, 1 2 3. അങ്ങനെ നമ്മള് നൈറ്റ് മാറി ഡേ ആയി. നമ്മളിവിടെ പിന്നെയും വന്നു. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു നമ്മള് രാത്രി കണ്ടതിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയുണ്ട്. കളർഫുൾ ആയിട്ടുള്ളൊരു സീനറി ഒക്കെ കാണണമെങ്കിൽ പകല് തന്നെ വരണം. ഇതിപ്പോ നമ്മൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്താട്ടോ. നമ്മളിതോടെ ഇവിടെ നിന്ന് പോവാണ്. ഇനി നമുക്ക് വേറെ വേറെ സ്ഥലങ്ങൾ കാണാം. ഇതിപ്പോ ഒന്നും കൂടെ കാണണം എന്നുള്ളത് കൊണ്ട് രാവിലെ പിന്നെ ഇങ്ങോട്ട് കയറി വന്നു. ചെറിയ മഴയുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് ഫുൾ മഴയാണ് ഇവിടെ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് മഴയത്ത് നടന്ന് കാണാം. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞാൻ നിങ്ങളടുത്ത് ബാത്ത് അബേ എന്ന് പറഞ്ഞത്. ആക്ച്വലി ബാത്ത് അബേ എന്ന് പറയണത് നമ്മൾ നേരത്തെ രാത്രി കണ്ട ആ പള്ളിയാണ്. അതിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണിത്. ഇതിന്റെ പേര് പുൽട്ടണി ബ്രിഡ്ജ്. പുൽട്ടണി എന്ന് തന്നെയാണെന്ന് തോന്നുന്നു അതിന്റെ പ്രൊനൗൺസിയേഷൻ. എനിക്ക് അത്ര കറക്റ്റ് ആയിട്ട് അറിയില്ല, പക്ഷെ അത് ഞാൻ വായിച്ചത് അങ്ങനെയാണ്, പുൽട്ടണി ബ്രിഡ്ജ് എന്ന്. നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാനായിട്ട്. അങ്ങ് ദൂരെ കണ്ടാൽ അറിയാം നമുക്ക് നല്ലോണം കോട മൂടി കിടപ്പുണ്ട്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയപ്പോഴും ചെറിയ രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു. ക്ലൈമറ്റ് ഒക്കെ മാറി വരണതിന്റെ ഒരു രസമാണ് ഇപ്പോഴത്തെ മോർണിംഗ് കാണാനായിട്ട്. റോഡൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള മഴയൊക്കെ നനഞ്ഞ് കിടപ്പുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോഴുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ. നല്ല രസമുണ്ട്.